മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ പുണർതം 4-ാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കടകം രാശിക്കാരുടെ വർഷം 2025 ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും കേതു കന്നി രാശിയിലും സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു എന്നീ 5 ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. മിഥുനം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഏപ്രിൽ 3-ാം തീയതി കർക്കടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ്. അതുപോലെ ഏപ്രിൽ 14-ാം തീയതി സൂര്യൻ മീനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും. ബുധൻ മീനത്തിലാണല്ലോ നിൽക്കുന്നത്. മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ്. എങ്കിലും ഇവിടെ ശുക്രൻ ഒപ്പം നിൽക്കുന്നതും ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമായതിനാലും ബുധന് ഇവിടെ നീചഭംഗമുണ്ടാകുന്നതും അങ്ങനെ നീചഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. മാസാരംഭത്തിൽ മേടത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. മാർച്ച് 29-ാം തീയതി ശനി മീനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാഹു നിൽക്കുന്നത് കാരണം മീനം രാശിയിൽ ശനിയും രാഹുവും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നതായിരിക്കും. ഇത് വളരെ അശുഭയോഗമാണ്. എല്ലാ 12 രാശിക്കാരെയും ഇത് നെഗറ്റീവായി ബാധിക്കുന്നതുമായിരിക്കും. ഈ യോഗം ഏകദേശം 50 ദിവസത്തോളം, അതായത് മാർച്ച് 29-ാം തീയതി മുതൽ മെയ് 18-ാം തീയതി വരെ ഉണ്ടാകുന്നതായിരിക്കും. മെയ് 18-ാം തീയതി രാഹു രാശി മാറി കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ പിശാചി യോഗം അവസാനിക്കുന്നതുമായിരിക്കും. ശനി രാഹുവിൻ്റെ സന്ധി കാരണം ഉണ്ടാകുന്ന ഈ യോഗം ഏകദേശം 11 വർഷത്തിൽ ഒരു പ്രാവശ്യം നിർമ്മിതമാകുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം തുലാം രാശിയിൽ ഈ യോഗം സംഭവിച്ചതായിരുന്നു. അതായത് വർഷം 2012-13 തുലാം രാശിയിൽ ശനിയും രാഹുവും ഏകദേശം ഒരു വർഷത്തിലധികം ഒന്നിച്ചായിരുന്നു നിന്നിരുന്നത്. 2025 നടക്കുന്ന ഈ യോഗത്തിന് ശേഷം വർഷം 2036 കർക്കടകം രാശിയിൽ ശനിയും രാഹുവും ഒന്നിച്ചു നിൽക്കുന്നതും വീണ്ടും പിശാചി യോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഘടനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ കാണുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ചൊവ്വ ഏപ്രിൽ 3-ാം തീയതി നിങ്ങളുടെ 1-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. കർക്കടകം രാശി ചൊവ്വയുടെ നീചസ്ഥാനമാണ്. ഈ സമയത്ത് പനിയോ രക്തസംബന്ധമായ രോഗങ്ങളോ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 5-ാം ഭാവാധിപൻ ചൊവ്വ നീചസ്ഥാനത്താണ് നിൽക്കുന്നത്. കൂടാതെ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ 9-ാം ദൃഷ്ടിയും നിങ്ങളുടെ 5-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. രാഹുവും ശനിയും ചേർന്ന് ഈ സമയത്ത് പിശാചി യോഗം നിർമ്മിച്ചിരിക്കുകയാണ്. മാർച്ച് 29-ാം തീയതി മുതൽ മെയ് 18-ാം തീയതി വരെ പിശാചി യോഗം നടക്കുന്നതായിരിക്കും. ഈ സമയത്ത് രാഹുവും ശനിയും ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും. അതിനാൽ ഈ 50 ദിവസം വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. മാതാപിതാക്കളും കുട്ടികളെ ഈ കാര്യത്തിൽ നന്നായി ഗൈഡ് ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും.
ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ ഈഗോ ഇടയ്ക്ക് പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതിനാൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല സൗമ്യതയും മറ്റും പുലർത്തുന്നത് ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 7ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 7ാം ഭാവാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് മീനം രാശിയിലാണ്. ഇവിടെ രാഹു ഒപ്പം നിൽക്കുന്നതിനാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പിശാചി യോഗവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ജീവിത പങ്കാളിയിൽ ഒരു അഗ്രസീവ്നെസ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും തർക്കങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ ദമ്പതികൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമായിരിക്കും. ഈ സമയത്ത് വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. യാത്രകളും മറ്റും ചെയ്യുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഭാഗ്യസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അഷ്ടമശനി അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഭാഗ്യസ്ഥാനത്ത് ശനിയും രാഹുവും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നതിനാൽ കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങളെ നേരിടേണ്ടി വരും. പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് മെയ് 18 ശേഷം ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഈ മാസം നിങ്ങൾക്ക് ധാർമ്മിക കാര്യങ്ങളിൽ രുചി കുറയുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളിലും ഒരു വിരക്തത അനുഭവപ്പെടുന്നതുമായിരിക്കും. ചില സമയത്ത് കൺഫ്യൂഷൻ്റെ സ്ഥിതിയും നിർമ്മിതമാകുന്നതാണ്. അതിനാൽ ഈ സമയത്ത് ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. എല്ലാം സാവകാശം ശ്രദ്ധയോടെ ചെയ്യുന്നത് കാര്യങ്ങൾ വിജയിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. യാത്രകളും മറ്റും ചെയ്യുമ്പോൾ വാഹനം, മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. കഴിയുന്നതും ഈ സമയത്ത് ദൂരയാത്രകൾ ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ശുഭകരം. പിതാവിൻ്റെയും സന്താനങ്ങളുടെയും ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. മെയ് 18 രാഹു കുംഭത്തിലേക്ക് രാശി മാറുമ്പോൾ പിശാചി യോഗം അവസാനിക്കുന്നതും രാഹുവിൻ്റെയും ശനിയുടെയും ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും. അതുവരെ കുറച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ഹാനികൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത്. 10ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ 1ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 1ാം ഭാവത്തിൽ ചൊവ്വ കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നതായിരിക്കും. ഓഫീസിലും കാര്യശൈലികളിൽ മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. ധനസംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഈ സമയത്ത് കരിയറിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട്. നിങ്ങളുടെ സ്വഭാവത്തിലും ഒരു കഠോരത ഉണ്ടാകുന്നതായിരിക്കും. ഈ സമയത്ത് ജോബ് ചേഞ്ച് ചെയ്യുന്നത് അത്ര ശുഭകരമായിരിക്കത്തില്ല. രാഹുവിൻ്റെ 5ാം ദൃഷ്ടി പതിക്കുന്നതും നിങ്ങളുടെ രാശിയിൽ തന്നെയാണ്. അതിനാൽ മെയ് 18 വരെ അധികം കൂടുതൽ ആലോചിക്കുകയോ മാറ്റങ്ങൾ വരുത്തുവാൻ ശ്രമിക്കുകയോ ചെയ്യാൻ പാടില്ല. ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമയം സാമാന്യമായിരിക്കും. ലാഭസ്ഥിതികളിലും കുറവോ കൂടുതലോ ഉണ്ടാകുന്നതല്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകത്തില്ലെങ്കിലും ഈ സമയത്ത് ചിലവുകളിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും. ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല. അതുപോലെ ആരുടെ പക്കൽ നിന്നും പൈസ കടം എടുക്കുവാനും പാടില്ല. ബജറ്റ് അനുസരിച്ച് ചിലവുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതാണ് കർക്കിടകം രാശിക്കാരുടെ ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.